അടുത്ത നിയമസഭയിൽ അങ്ങയെ കൂടി കാണാൻ കഴിയും? ഒരു മത്സരരംഗത്തേക്ക് ഞാനില്ല. അത് ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്. അതിപ്പോൾ റിപ്പോർട്ടറിനോട് ആദ്യമായിട്ട് പറയുന്നു. കാരണം പുതിയ തലമുറ വരണം. അവർക്ക് നമ്മളെക്കാട്ടിൽ കൂടുതൽ നന്നായിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുതിയ പുതിയ ഐഡിയാസും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണ തന്നെ അക്കാര്യം അറിയിച്ചതാണോ പാർട്ടി? അതെ 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 ഞാനൊരു 10 വർഷത്തിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു, ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട. നമുക്ക് പ്രവർത്തിക്കാൻ എത്രയോ മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പരിചയ മേഖലകൾ പിന്നിട്ട് വന്നതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് MLA എന്ന് പറയുന്ന ഒരു പൊസിഷൻ മാത്രം വേണമെന്നില്ല. MLA ആയിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും MLA അല്ലാത്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട. പാർട്ടിയെ തന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങ് എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു, അത്തരം മോഹങ്ങളില്ലെന്ന്. തവണയൊക്കെ ഒരു സീറ്റിനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞു സാധാരണ അങ്ങനെ ആരും പറയുന്നതല്ല. അല്ല, ഒരിക്കലും ഇനി അത് വേണ്ട. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒരു സീറ്റ്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, പക്ഷേ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരു പറിച്ചു നടലാണല്ലോ. ആ പറിച്ചു നടലാകുമ്പം നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ എന്താവണം എന്നാണ് നമുക്കുള്ളത് എന്നെല്ലാം നമ്മൾ കൺവേ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് മാത്രം നമ്മുടെ മനസ്സിലില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നാലും സ്നേഹത്തോടെ നിരസിക്കും? അല്ല, അത് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെയും താഴ്മയോടെയും ബഹുമാനത്തോടെയും നമ്മുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മറ്റേ പാർലമെൻ്ററി രംഗമല്ലാത്ത മറ്റ് സാധ്യതകളാണ്. അതെ, നമ്മൾ ഖാദി ബോർഡിൽ 65 വർഷത്തിന് ശേഷം ഒരു വനിത വൈസ് ചെയർമാനായത്. 83 വർഷത്തിന് ശേഷമാണ് ഔഷധിയിൽ ഒരു വനിത ചെയർമാനാവുന്നത്. അപ്പോൾ തൊഴിലാളി രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് കൈവന്നിട്ടുണ്ട്. CPM-ൽ വന്നതിന് ശേഷം വലിയ അവസരങ്ങൾ പാർട്ടി നൽകി എന്നാണ് വിശ്വസിക്കുന്നത്. അത് വലിയ അവസരങ്ങളാണോ എന്നുള്ളത് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുമ്പും ഖാദി ബോർഡിന് വൈസ് ചെയർമാന്മാരുണ്ടായിരുന്നു. എൻ്റെ കാര്യത്തിൽ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് തരുന്ന സ്ഥാനങ്ങൾ നമ്മളതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിതിൻ്റെ അകത്തൊന്നും പ്രതിഫലമൊന്നുമില്ല. നമ്മൾക്ക് ഈ ഔഷധിയിൽ നിന്നാണെങ്കിലും നമ്മൾ ഈ ഖാദി ബോർഡിൽ നിന്നാണെങ്കിലും ഒരു പൈസ അവിടുന്ന് ശമ്പള ഇനത്തിൽ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഒരു പൈസയുടെ വരുമാനമില്ല. നമുക്ക് കിട്ടുന്ന പെൻഷൻ, ആ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് അതും മതി. ഓണറേറിയമുണ്ട്. ഓണറേറിയം ഇവിടുന്ന് മേടിക്കുവാണെങ്കിൽ അവിടെ പെൻഷനിൽ നിന്ന് കുറയും. നമുക്ക് ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ കൃത്യമായി പെൻഷൻ കിട്ടും. ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 2000 രൂപ കുറച്ചേ പെൻഷൻ കിട്ടത്തുള്ളൂ. ഒറ്റ ചോദ്യം, കോൺഗ്രസിന് CPM വന്നു, ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ CPM അവർക്ക് സാധ്യമായ എല്ലാ പരിഗണനയും ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നു എന്നാണോ വിശ്വസിക്കുന്നത്? കാരണം തീർച്ചയായിട്ടും എന്നോട് ഒരു കാര്യങ്ങളിലും എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഈ CPM പോലെ എല്ലാവരും പറയും അതിൻ്റെ അകത്ത് ഭയങ്കര ഡയറക്ഷൻസ് ഉണ്ടാവും, അവർ പറയുന്ന പോലെ നടക്കാവൂ, ഇരിക്കാവൂ, പോകാവൂ, പറയാവൂ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആ കാര്യത്തിൽ നമിക്കണം. അദ്ദേഹത്തിന് ഒറ്റ പ്രാവശ്യം ഒരാളെ കണ്ടാൽ ആ ആൾ എത്രമാത്രം അവർക്ക് സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവസരങ്ങളും കൊടുക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കും. അതനുസരിച്ച് അദ്ദേഹം എല്ലാവരെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.